സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിട്ട് ഞാൻ വരാനുണ്ടായ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് നമ്മുടെ ഈ ഗവൺമെന്റിന്റെ ഈ പറയുന്ന ആശുപത്രിയിൽ ഈ സർജറികൾ ചെയ്യാനായിട്ടുള്ള സാമഗ്രികളില്ല, അതുകൊണ്ട് തന്നെയും സർജറി മുടങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉന്നത അധികാരികളെയും അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെയും ഒക്കെ കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. അതിന് പിന്നാലെ ഈ പറയുന്ന ഡോക്ടറിന്റെ പ്രസ്താവനകൾ തെറ്റാണെന്നും നമ്മുടെ ഈ പറയുന്ന ഗവൺമെന്റ് ആശുപത്രികളിൽ എല്ലാ ആശുപത്രികളിലും ഉള്ളതുപോലെയുള്ള ചെറിയ രീതിയിലുള്ള സാധനങ്ങളുടെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ വലിയ രീതിയിലുള്ള സാധന കുറവുകളൊന്നുമില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും ഇല്ലാത്ത ചെറിയ ചെറിയ സാധനങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഇല്ലാത്തതെന്ന് ബഹുമാന്യനായിട്ടുള്ള ശ്രീ നമ്മുടെ പിണറായി വിജയൻ സഖാവും പറയുകയുണ്ടായി. അതിന് പിന്നാലെ വീണ ജോർജിന്റെയും പലതരത്തിലുള്ള വെള്ളപൂശലും പല പ്രസ്താവനകളും നമ്മൾ കണ്ടു. അതിനുശേഷം 2 ദിവസത്തിനകത്ത് തന്നെ ഈ പറയുന്ന സാധന സാമഗ്രികളെല്ലാം അവിടെ എത്തുകയും സർജറി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ ഡോക്ടർ പറഞ്ഞ പ്രസ്താവനകൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളും ഈ പറയുന്ന അധികാര വർഗത്തിലിരിക്കുന്ന ആളുകളും ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിലുള്ള അധികാരികളും ഒക്കെ സംസാരിക്കുകയുണ്ടായി. തോന്നിവാസങ്ങൾ പറയാനായിട്ട് ഒരു ഉളുപ്പുമില്ലാത്ത ആളുകളുടെ പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടാണല്ലേ. പക്ഷെ അന്നും ഇന്നും ആ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അവിടെ സാധനങ്ങളില്ല, ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ എല്ലാ കാര്യങ്ങളും മുന്നിലേക്ക് വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ശേഷം ഞാൻ മനസ്സിൽ ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ട് ഇവർ ഈ ഡോക്ടർക്കെതിരെ പുതിയ പരാതിയുമായിട്ടൊന്നും വരുന്നില്ല എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ കാര്യം തന്നെ ഇപ്പോൾ സംഭവിക്കുകയുണ്ടായി. എന്തെന്ന് വെച്ചാൽ, ഈ ഡോക്ടർ കത്ത് നൽകിയിട്ടില്ല. അതായത് ഡോക്ടർ പറയുന്നത് ഇവിടെ സാധനങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ കത്ത് അയച്ചിട്ടില്ല, ഡോക്ടർ ഒരു സാധനങ്ങളും പറഞ്ഞിട്ടില്ല, പറഞ്ഞെങ്കിൽ മാത്രമേ അവിടെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ മാത്രമേ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമതി വീണ ജോർജിന്റെ കൂട്ടത്തിലുള്ള ആളുകളും ഒക്കെ വന്നു. അപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യവും എല്ലാ ജനങ്ങളുടെയും മനസ്സിലുള്ളൊരു ചോദ്യം അത് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആശുപത്രിയിൽ, അതായത് ഗവൺമെന്റ് ആശുപത്രിയിൽ എല്ലാ ആശുപത്രികളിലെയും പോലെ ചെറിയ സൗകര്യങ്ങളേ ഉള്ളൂ ഇല്ലാത്തത്, ബാക്കി എല്ലാം അവിടെ സജ്ജമാണെന്ന് പറയുമ്പോഴും ബഹുമാനീയനായ നമ്മുടെ മുഖ്യമന്ത്രി കയറിപ്പോകുന്നത് അമേരിക്കയിലേക്കാണ്. നമ്മളത് മറക്കാൻ സാധിക്കാത്തൊരു കാര്യമാണല്ലേ. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പ്രതിപക്ഷത്തിലിരിക്കുന്ന ആളുകളും ഒന്നും പറഞ്ഞില്ല. കാരണം നാളെ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പോകേണ്ടി വരുമല്ലോ. അവരിതിനെപ്പറ്റി കുറ്റം പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നാളെ പോകേണ്ടി വന്നാൽ അവർ പോകുമ്പോഴും കുറ്റം പറയുമല്ലോ, അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് പോയി എന്നുള്ള കാര്യങ്ങളിലേക്ക് വരുമെന്നുള്ളത് അവർക്കറിയാം. സ്വന്തം ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെയൊക്കെ പോകണം. ശ്രീമതി വീണ ജോർജ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ നമ്മുടെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ ഇത്രയൊക്കെ തന്നെ കൊടുക്കുന്നത് വലിയൊരു കാര്യമാണെന്നുള്ള രീതിയിലാണ് ശ്രീമതി വീണ ജോർജ് പറഞ്ഞത്. തെണ്ടിക്കേറി ചെല്ലുന്നതല്ല ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ തോന്നിവാസങ്ങളും പിടിച്ചുപറിയും സഹിക്കാൻ വയ്യാതെ ഒരു നിക്കക്കള്ളി ഇല്ലാതെ വരുന്ന ആളുകളാണ് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിലുള്ളത്. അതേപോലെ തന്നെ അതിവിദഗ്ധരായിട്ടുള്ള വൈദഗ്ധ്യമുള്ള തൊഴിൽ ചെയ്യുന്ന ഡോക്ടർമാരുള്ള സ്ഥലമായതുകൊണ്ടും എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും മിതമായ നിരക്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് അറിയാവുന്നത് കൊണ്ടും നമ്മുടെ എല്ലാ ജനങ്ങളും അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായതുകൊണ്ട് പോകുന്നതല്ല, ജനങ്ങളുടെ കീശ കാലിയാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആ കീശയിൽ ഒന്നുമില്ലാത്തത് കൊണ്ടോ അവർ പോയി പോകുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റ് ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാനാണെങ്കിൽ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയി, ഒരുമാതിരി ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ. അവരുടെ ഒരു വിനോദം എന്താണെന്ന് വെച്ചാൽ ചുമ്മായിട്ടങ്ങ് ഓടിക്കണം, ഈ ബൈസ്റ്റാൻഡറെ ഓടിക്കണം, അതാണ് അവർക്കൊരു സുഖം. ഞാനാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ആക്സിഡൻ്റായി കിടന്ന സമയത്തും ഈ ഒരു സാധനം കൊണ്ട് അവിടെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് പോയ സമയത്ത് അവിടെ ചെന്നപ്പോൾ അവർ പറയുകയാണ്, ഇതിൽ പേരില്ല, തിരിച്ചു കൊണ്ടുപോയി അത് പേര് എഴുതിക്കൊണ്ട് വരാൻ. 1 കിലോമീറ്ററോളം നടന്നു പോയി കൊടുക്കുമ്പോൾ ഒരു ഫോൺ കോൾ ചെയ്താൽ ഇവർക്ക് സാധിക്കും അത് മാറ്റി പറയാനായിട്ട്, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട്. പക്ഷെ ചെയ്യില്ല. അവർക്ക് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഇട്ട് ഓടിക്കണം, അവർക്കത് കാണണം. കാരണം അവരും ഇങ്ങനെ ഓടുന്നതല്ലേ. അപ്പോൾ അവർക്ക് ഓടിച്ചില്ലെങ്കിൽ അവർക്കൊരു മനസ്സിനൊരു വല്ലാത്ത വിഷമമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രവണത എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് ഇപ്പോൾ വീണ ജോർജും സംഘവും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെയ്യുകയോ ചെയ്യാത്തൊരു പാർട്ടിയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ്. സ്വന്തമായിട്ട് എന്തെങ്കിലും തോന്നി ചെയ്യുകയാണെങ്കിൽ, ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിന് ഏതെങ്കിലും മറ്റുള്ള പാർട്ടിയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനങ്ങളോ പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് വല്ലാത്ത കുറ്റബോധവും ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് തന്നെയും അവരത് മറ്റുള്ളവർ പറയുന്നതിന് മുൻപേ ചെയ്യാൻ ശ്രമിക്കും. ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞാലും ചെയ്തില്ല. അതുപോലെ ആശാവർക്കർമാരുടെ കാര്യം നടന്നതാണ്, നമ്മൾ കണ്ടതാണ്. അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയത്തിൽ കൂടി ഇപ്പോൾ ഹാരിസ് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഹാരിസിനെതിരെ വലിയൊരു പരാമർശമായിട്ട് വന്നിരിക്കുന്നത്, ഹാരിസ് കത്തുകൾ തന്നിട്ടില്ല, അല്ലെങ്കിൽ ഹാരിസ് മുൻപേ അറിയിച്ചിട്ടില്ല, ഹാരിസ് കാരണമാണ് സർജറി മുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രി വീണ ജോർജും സംഘവും മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ഹാരിസിൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നൊരു കാര്യമുണ്ട്. റിപ്പോർട്ട് ചാനൽ വന്നൊരു വാർത്തയാണ്. ഞാൻ ആദ്യം അത് പ്ലേ ചെയ്തിട്ട് ഡോക്ടർ ഹാരിസിന് എന്താണ് പറയാനുള്ളതെന്നും ശ്രീമതി വീണ ജോർജിന് എന്താണ് പറയാനുള്ളതെന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം.
വൈകാരികമായിട്ടുള്ള നിമിഷത്തിലാണെന്ന് അറിയാം. പക്ഷെ അപ്പോഴും ഇത്രയും വലിയൊരു ഗതികേട് ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് ചോദിച്ചപ്പോഴാണ് താങ്കൾ കരഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനൊരു വൈകാരികതയിലേക്ക് പോയി? ഞാൻ വൈകിട്ട് പറയാം. ഞാൻ പോട്ടെ, വൈകിട്ട് പറയാം. അത് ഒരാഴ്ചത്തെ സമയം തന്നിട്ടുണ്ട്. ഒരാഴ്ചത്തെ സമയം തന്നിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടറിന്റെ കരച്ചിൽ എന്ന് പറയുന്നത് താങ്കളിപ്പോ കണ്ണ് ഇല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡോക്ടർ ഇപ്പോ നൽകിയിരിക്കുന്ന ഇപ്പൊ ഒരു പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടില്, ആ റിപ്പോർട്ടില് ജൂലൈ 2-ാം തീയതി ഈ പ്രോബ് വാങ്ങിയതായിട്ട് പറയുന്നുണ്ട്. കണ്ടില്ലേ ഇവർ കാണിക്കുന്നൊരു പരിപാടി? അതായത് ഡോക്ടറിന് വയ്യ, അദ്ദേഹത്തിന് വിഷമമാണെന്ന് മനസ്സിലായിട്ടും മൈക്ക് വായിലോട്ട് കുത്തിക്കയറ്റി ചോദിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് ആ ഡോക്ടറിന്റെ വിഷമം മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവർ ചെയ്തത് ഇവർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ബൈറ്റ് കിട്ടേണ്ടത് കൊണ്ട് ചെയ്തതാണ്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അവരുടെ ജോലി അവർ ചെയ്യുന്നു, അത് മാത്രം. അപ്പോൾ ഈ ഡോക്ടർ ഇതിനെതിരെ എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ഇനി ഒന്ന് കേട്ട് നോക്കാം. ഡോക്ടർ അതിന് പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 24 ന്യൂസിൽ വന്നൊരു വീഡിയോ ഞാനതൊന്ന് പ്ലേ ചെയ്യാം. എത്രയോ പ്രാവശ്യം അവരെ അറിയിച്ചതാണ്. അവിടെ HDS ഒരു സ്റ്റാഫ് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ കുട്ടിയാണ് എല്ലാ ദിവസവും പോയി അവിടെ പോയി പറയുന്നത്. ഇല്ല, ഉപകരണമില്ല, തീർന്നു, പ്രോബ് ഒടിഞ്ഞു പോയി, പ്രോബിന് 3 ഉള്ളൂ, അതിൽ ബാക്കി 2 ഉള്ളൂ, ബാക്കി 1 ഉള്ളൂ, 1 കൂടെ ഒടിയാറായി, 2 ആഴ്ചയേ ഉള്ളൂ, ഒരാഴ്ചയേ ഉള്ളൂ, ഇങ്ങനെ കൗണ്ട് ഡൗൺ മാതിരി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ അറിയിച്ചതാണ്. അതിപ്പോ നമ്മളീ വ്യാജമായ ഒരു റിപ്പോർട്ടിൽ താങ്കൾക്കെതിരെ പ്രതികാര നടപടി എടുക്കുകയാണ് എന്നാണോ? തീർച്ചയായിട്ടും. അവരിപ്പോ ഈ റിപ്പോർട്ടിൽ അവരെന്താണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മൊത്തം കള്ളമാണെന്നാണ് ഒറ്റ രീതിയിൽ. താങ്കൾ പറഞ്ഞു, അതായത് ഈ റിപ്പോർട്ട് വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ റിപ്പോർട്ട് ഒന്നുകിൽ വ്യാജം, ആ റിപ്പോർട്ട് കൊടുത്തത് ഒന്നുകിൽ വ്യാജം, അതല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിരിക്കുന്നത് വ്യാജം, അല്ലെങ്കിൽ ഇതിനകത്ത് മെമ്മോസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജമാണ്. എന്തോ ആരോപണങ്ങളാണ് താങ്കൾക്കെതിരെ ഉള്ളത്. ഒരു കടുത്ത നടപടിക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കത്തനുസരിച്ചാണ് ഉണ്ട്. നടപടി എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? അതെനിക്കറിയില്ല, എന്താണ് നടപടി എന്നൊന്നും എനിക്കറിയത്തില്ല. ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നല്ല ബോധ്യമുണ്ടല്ലോ അല്ലേ? ചട്ടലംഘനം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ചട്ടലംഘനമാണല്ലോ. അതിപ്പോ നമുക്ക് വേറെ നിവൃത്തി കൊണ്ട് നമ്മൾ എല്ലാ വഴികളും നമ്മൾ അടയുമ്പോൾ പിന്നെ അവസാനം എടുത്ത വഴിയാണത്. സംഘടനയുമായി ശ്രമം എന്നുള്ള നിലയ്ക്കാണ് അവർ കണ്ടിരിക്കുന്നത്. അതിപ്പോ അവർക്ക് അതൊന്നറിയില്ല, അതെന്താണെന്നുള്ളത് അങ്ങനെ അറിയില്ല. അവരുടെ മുഖം രക്ഷിക്കാൻ അവർ നോക്കാം. കണ്ടില്ലേ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ തന്തയ്ക്ക് പുറക്കാഴിയെ കാണിച്ചിട്ട് അവസാനം അത് പറഞ്ഞ വാദിയെ പ്രതിയാക്കുന്ന രീതിയിലേക്ക് കാണിച്ചിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്, അല്ലെ പരിപാടിയാണ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇവർ പയറ്റി നോക്കും. അതായത് നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നോക്കും. തെറ്റല്ലാന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഇവർ കണ്ടുപിടിക്കുന്നൊരു മാർഗമുണ്ട്. അതുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ പറയുകയാണ്, ഡോക്ടറെ, ഇനി ആരെങ്കിലും ഒരു പേഷ്യൻറ്റ്, സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളേതെങ്കിലും നിങ്ങളുടെ ജൂനിയർ ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുക. നിങ്ങളൊരു HOD ആണ്, HOD സ്ഥാനത്ത് നിന്ന് മാറ്റുമില്ലെന്ന് അറിയില്ല. ഇനി HOD ആണെങ്കിലോ അല്ലെങ്കിലും നിങ്ങൾ ജൂനിയർ പിള്ളേരെ ഏൽപ്പിക്കുക. ഇനി ജൂനിയർ പിള്ളേരെ ഏൽപ്പിച്ചാൽ അത് വേറെ രീതിയിലേക്ക് പോകും. പക്ഷേ നിങ്ങൾ അവരെ നേരിട്ട് ഹാൻഡിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ സർക്കാരിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതിയും കൂടി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി ഇത് വാദിക്കുന്നതും പരാതി നൽകുന്നതുമെല്ലാം ഒരാൾ തന്നെ ആവുമ്പോൾ അതെങ്ങനെയായി തീരുമെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഈ വാക്കെടുക്കുന്നവനെ വാളാൽ വെട്ടുന്ന, അല്ലെങ്കിൽ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന ഒരു രാഷ്ട്രീയം എന്നൊക്കെ വേടൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുള്ളത് പോലെ തന്നെ, അങ്ങനത്തെ ഒരു പിറപ്പുകേടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങളുടെ മനസ്സറിഞ്ഞ, ജനങ്ങളുടെ ഹിതം അറിഞ്ഞിട്ടുള്ളൊരു നേതാവെന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വ്യക്തിയാണ് ഈ ഡോക്ടർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഭൂമിയിലെ മാലാകമാരാണ് ഡോക്ടർ. ആ ഒരു മാലാക ഭൂമിയിലേക്ക് നേരിട്ടിറങ്ങി വന്നതിന് ശേഷം നമ്മുടെ ഭൂമിയിലെ കൊള്ളരുതായ്മകൾക്കെതിരെ സംസാരിക്കാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെയും പ്രസ്താവനകളൊക്കെ കാണുമ്പോഴേ പരിതാപകരമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. സർക്കാരിൻ്റേത് പ്രതികാര നടപടിയാണ്. ശസ്ത്രക്രിയ മുടങ്ങി എന്ന ആരോപണം കള്ളം. ഇത് ഡോക്ടർ നേരത്തെ തന്നെ പറഞ്ഞാണ്, പല സർജറിയും അതുപോലെ മുടങ്ങാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് കാരണം ഈ പറയുന്ന സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. അത് മുൻപേ അറിയിച്ചു എന്നുള്ളത് ഡോക്ടർ പലപ്പോഴും പറഞ്ഞു. അപ്പോഴും സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണ് അവർ ചെയ്തതെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഇതിൽ ഡോക്ടർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഉപകരണക്ഷാമം നേരത്തെ അറിയിച്ചിട്ടുണ്ട്, കത്ത് കൊടുക്കാൻ ഓഫീസിൽ പ്രിന്റിംഗ് മെഷീൻ പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പത്രപ്രസ്താവന കൂടിയുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം. 24 ന്യൂസിൽ വന്നൊരു വേറൊരു വാർത്തയാണ്. വിദഗ്ധ സമിതി എന്താണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ റിപ്പോർട്ടിന്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല. വിശദീകരണ കത്തിനകത്ത് അവർ തന്നിട്ടില്ല. അവരെന്താണ് എഴുതിയിരിക്കുന്നതെന്നും എനിക്കറിയില്ല. ഇപ്പോൾ കത്തിലൂടെ അറിയിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടുത്തെ HDS ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. അവരവിടെ സാലറി വാങ്ങിക്കാൻ പോകുമ്പോഴും മറ്റേ ആവശ്യത്തിന് പോകുമ്പോഴും അവർ പോയി പറയാറുണ്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അത് പറയാൻ എനിക്ക് നാണക്കേടുമുണ്ട്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം.
കാരണം അവിടെ ഒരു പ്രിൻ്റ് എടുക്കാനുള്ള ഒരു പേപ്പർ പോലും നമുക്കവിടെ കിട്ടിയിട്ടില്ല. ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത് ഞാൻ 500 പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത്. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു പൗരൻ്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. കണ്ടില്ലേ, ആ ഡോക്ടറിനുള്ള ഉത്തരവാദിത്തം പോലും നമ്മുടെ ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പിനോ ഈ ആഭ്യന്തര വകുപ്പിലിരിക്കുന്ന തന്തയില്ലായ്മ കാണിക്കുന്ന ആളുകൾക്കോ ഇല്ല എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഇത്രയധികം വിഷമം. എവിടെയാണ് വെള്ള പൂശാനായിട്ട് സംസാരിക്കുന്ന കമന്റോളികളെ നിങ്ങളുടെ അഭിപ്രായം? എവിടെയാണ് ഈ പറയുന്ന പാർട്ടി അംഗീകരിക്കുന്ന ആളുകളുടെ അഭിപ്രായം? ഒന്നും എവിടെയും കാണാനില്ല. കൊള്ളരുതായ്മകൾ കണ്ടു കഴിഞ്ഞാൽ അത് കൊള്ളരുതായ്മയാണെന്ന് തന്നെ പറയണം. അല്ലാതെ അപ്പപ്പോൾ കാണുന്നതിന് അപ്പ എന്ന് പറയുന്ന രീതിയിലേക്ക് സംസാരിക്കാൻ വരരുത്. ഇതിൽ ഡോക്ടർ പറയുന്നൊരു കാര്യം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇതിൽ വീണ ജോർജിന്റെ ഒരു പ്രതികരണമുണ്ട്. അതെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതായത് ഈ കത്ത് അയച്ചിട്ടില്ല എന്നുള്ള ഈ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം വളരെ തീർത്തും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പറയുന്ന വീണ ജോർജും ആരോഗ്യ മേഖലയും നമ്മുടെ സർക്കാരും ഒക്കെ പ്രതികരിച്ചത്. അപ്പോൾ അതിൽ ഞാൻ 24 ന്യൂസിൽ കണ്ടൊരു വേറൊരു വാർത്തയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം അറിയിച്ചില്ലെന്ന വാദം പൊളിയുന്നു. ഡോക്ടർ ഹാരിസ് ഹസന്റെ കത്ത് പുറത്ത്. ആ കത്ത് പുറത്ത് വന്നിട്ടുണ്ട്. അതെന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ വീണ ജോർജിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് കേട്ട് നോക്കാമേ. ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടിയാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട 1960 ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണത്. അതുമാത്രമല്ല, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ധാരാളമായിട്ട് രോഗികളെത്തുന്നു, ധാരാളമായി ആവശ്യം അത് കൂടുന്നു, വർദ്ധിക്കുന്നു. അപ്പോൾ ഇത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ മാത്രം വിഷയമായിട്ട് ഗവൺമെൻറ് കാണുന്നില്ല. എല്ലാ മെഡിക്കൽ കോളേജുകളിലും HDC സെക്രട്ടറിമാർക്ക്, സൂപ്രണ്ടുമാർക്ക് പർച്ചേസിംഗ് പവർ, അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂട്ടണം എന്നുള്ളൊരു നിർദ്ദേശം കമ്മിറ്റി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിൽ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ റിപ്പോർട്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇത്രയും നാൾ നിദ്രയിലായിരുന്നോ വീണ ജോർജ് മാഡം? ഈ ഒരു ഡോക്ടർ ഒരു പരാതിയുമായിട്ട് മുന്നിലേക്ക് വന്നപ്പോഴാണ് അവിടെ സാധനമില്ല എന്നുള്ളൊരു കാര്യം അറിയുന്നത്. ഇത്രയും നാളും സിസ്റ്റത്തിന്റെ തകരാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സർക്കാരും അതേപോലെ തന്നെ സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ള വീണ ജോർജും ഒക്കെ നാടകത്തിന് തിരശ്ശീലയിട്ടതിന് ശേഷം അഭിമാന പുരസ്കാരം പുതുതായിട്ടൊരു നാടകം കാഴ്ചവെക്കുന്നു. ഡിപ്പാർട്ട്മെന്റൽ നടപടി. ഇത്രയും നാളും അവിടെ സാധനമില്ലായിരുന്നു എന്ന് ഇവർക്ക് മനസ്സിലായിരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് കാണിക്കാനാണ് നിങ്ങൾ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത് വാല്യൂ ആണ് നിങ്ങൾക്കുള്ളത്? അപ്പൊ ഇങ്ങനെ ചോദ്യം മുൻപേ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് വീണ ജോർജ് പറഞ്ഞിരിക്കുന്ന ആരും അത് അറിയിച്ചില്ല എന്നാണ്. ആരെങ്കിലും അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? ചില സമയങ്ങളിൽ ചില പ്രതികരണങ്ങളൊക്കെ കണ്ടുണ്ട്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെയാണെന്ന് തോന്നുന്നു ചെന്നിട്ട് ഫാർമസി ചെന്നിട്ട് വലിയ രീതിയിലൊക്കെ ഉള്ള പ്രസ്താവനകളും പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കണ്ടാണല്ലേ. അപ്പൊ ഇതിൽ എന്തുകൊണ്ട് ഇവരിത് അന്വേഷിക്കുന്നില്ല, എന്തുകൊണ്ട് ഇവർ ഈ വകുപ്പ് തല അന്വേഷണങ്ങൾ നടത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴല്ലേ ഇങ്ങനെ ഒരു കാര്യം വന്നെങ്കിലല്ലേ ഈ പറയുന്ന ഡോക്ടർ ഹാരിസിന്റെ അടുത്ത് വിറ്റ് പുട്ടടിച്ചാന്ന് പറയാൻ സാധിക്കുള്ളൂ അല്ലേ? സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാണ് അയാളെ മാറ്റി നിർത്തപ്പെടുന്നത്, അല്ലെങ്കിൽ അയാളെ പ്രതിയാക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അയാൾക്കൊപ്പം തന്നെ നിൽക്കണം, അയാൾക്കൊപ്പം തന്നെ നിന്നേ സാധിക്കുള്ളൂ. കാരണം ഇങ്ങനൊരു വ്യക്തിയാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് നമുക്ക് ആവശ്യം. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാ ഡോക്ടർമാരും ഒരു രോഗി വരുമ്പോൾ ആദ്യം നോക്കുന്നത് ഇങ്ങനെ ഈ ഇവരുടെ കണ്ണടച്ചിട്ടൊന്ന് ശ്വാസം വലിച്ചുവിടാൻ പറയുമ്പോൾ പെട്ടെന്ന് നോക്കുന്നവരുടെ പോക്കറ്റിലേക്കാ. എന്താ പോക്കറ്റിലുള്ളതെന്നാ, എത്ര രൂപയുടെ നോട്ടുണ്ടെന്ന്, എത്ര ഗാന്ധിജി ഇരിപ്പുണ്ടെന്ന് നോക്കുന്നത്. അങ്ങനെയുള്ളൊരു സമയത്ത് ഇതുപോലെ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ഒരു വ്യക്തിത്വം ഉള്ളപ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട, സുഖമായിട്ട് നമുക്ക് കയറിയിട്ട് ചികിത്സിച്ച് ഇറങ്ങി വരാം അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത്. അല്ലാതെ സർക്കാരിന്റെ വലിയ വാഗ്ദാനങ്ങൾ പോലെ സർക്കാർ അങ്ങോട്ട് ഉരുട്ടി കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടല്ല അവർ പോകുന്നത്. ഈ പറയുന്ന ഉപകരണങ്ങളുടെ മഹിമ കണ്ടിട്ടല്ല. ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഡോക്ടർ ഹാരിസിനെ നമ്മൾ ഒരു വലിയ രീതിയിൽ പൂവിട്ട് വരവേൽക്കേണ്ട ഒരു വ്യക്തി തന്നെ. കാരണം നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ഒരു തന്തയില്ലായ്മയുടെ മുന്നിൽ നട്ടെല്ല് വളയ്ക്കാതെ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെന്ന് അയാൾ മുന്നിലേക്ക് കാണിച്ചുകൊണ്ട് തന്നെ അയാൾ നിൽക്കുകയാണ്. ഒരു രാഷ്ട്രീയ വേദാന്തങ്ങൾക്കും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിനും അയാൾ വഴങ്ങുന്നതല്ല എന്ന് അയാൾ കാണിച്ചുകൊണ്ട് അയാൾ എന്താണോ അന്ന് പറഞ്ഞത് ആ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ ഡോക്ടർ ഹാരിസ് പറയുന്നുണ്ട്, നിലപാടിൽ ഒരു മാറ്റവുമില്ല, അന്ന് എന്താണോ ഞാൻ പറഞ്ഞത് ആ കാര്യം തന്നെ ഞാൻ ഇനിയും മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം കത്തയച്ചില്ല എന്നുള്ളൊരു വാദം ഇതോടുകൂടി പൊളിയുകയാണ്. അപ്പൊ ഇവരുടെ പുതിയ നാടകം എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഡോക്ടർ
ഹാരിസിനെതിരെ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ വരുമെന്നൊക്കെ നമ്മൾ പലപ്പോഴും ന്യൂസ് കണ്ടിരുന്നു. ആ നിയമ നടപടികൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താല്ലേ, ഒരു രാഷ്ട്രീയത്തിലിരിക്കുന്നവർക്കോ അല്ലെ പ്രതിനിധികൾക്കോ ഒരു കോപ്പും ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിലും ഈ കുറ്റം പറയുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങളെപ്പറ്റി വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളെ കുറ്റവാളികളാക്കുന്ന ഒരു പ്രസ്താവന അല്ലെങ്കിൽ പ്രവണത, ഈ പ്രവണതയൊക്കെ എന്ന് തീരാനാണ്? വോട്ട് ചോദിച്ച് വന്നപ്പോൾ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അങ്ങ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ നാട്ടിലുമൊക്കെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ വലിയൊരു പ്രകടനവും പ്രസ്താവനയൊക്കെ ആയിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുക എന്തായിരുന്നു ഇവന്മാരെന്നുള്ളത്. അത് ഇവരെ മാത്രമല്ല ഞാൻ പറയുന്നത്, കമ്മ്യൂണിസ്റ്റിനെ മാത്രമല്ല, അത് ഏത് പാർട്ടിയാണെങ്കിലും ഈ ജനങ്ങളുടെ മനസ്സറിയുന്ന ജനഹിതം അറിയാവുന്ന നേതാക്കന്മാർക്ക് മാത്രം വോട്ട് കൊടുക്കുക. അല്ലാതെ തോന്നിവാസങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അധികാരത്തിൽ ഇരിക്കുന്നവരെ ഒരിക്കലും ജയിപ്പിച്ച് വിടരുത്. അങ്ങനെ വിജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ നാളെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കിടന്നാലും തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത രീതിയിലേക്ക് പോകും. സർക്കാർ ആശുപത്രികളെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു കൊള്ള സങ്കേതമാവാൻ പാടില്ല. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഔദാര്യം എന്നുള്ള രീതിയിലല്ല കാണേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സർക്കാർ ആശുപത്രികൾ കൂടിയേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴും എന്താണ് ചെയ്യുന്നതെന്നുള്ളത് സ്വയമേ ചിന്തിക്കാനും അതിനെ പ്രതികരിക്കാനും അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം സർക്കാരെ. അല്ലാതെ ഒരു കാര്യം അവിടെ വരച്ച് കാണിച്ച് അവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ അയാളെ കുറ്റവാളിയാക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് അത്ര നല്ല പരിപാടിയല്ല. ഇതൊരു കഷ്ടമാണല്ലേ.